ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കളർ ബബിൾസ് ചാനൽ. ഇന്ന് നമ്മളൊരു മുന്തിരിക്കോലയാണ് കളറിങ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു ഇമേജിൽ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ സിംഗിൾ കളർ ഓരോ ഒബ്ജക്റ്റിനും നമ്മൾ കൊടുക്കുക. ഇലയ്ക്ക് ഗ്രീൻ കളർ നമ്മൾ ചെയ്തു, തണ്ടിന് വന്നിട്ട് ഒരു യെല്ലോ കളർ നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം ലൈറ്റ് ഡാർക്ക് ഒന്നും നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാതെ പ്ലെയിനായിട്ട് സിംഗിൾ കളർ വയലറ്റ് കളറ് ഓരോ മുന്തിരിക്ക് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ആദ്യത്തെ സെറ്റിലെ ആ ഒരു മുന്തിരിക്കോല ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ ഇമേജിൽ നമ്മൾ ഇലയാണ് ആദ്യം കളറിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മഞ്ഞ കളറിൽ നിന്നും നമ്മൾ മുന്നേ പഠിച്ചിരുന്ന പോലെ അതിലേക്ക് ലൈറ്റ് ഗ്രീന് ആഡ് ചെയ്തിട്ട് സെക്കൻഡ് ടോൺ നമ്മൾ വയ്ക്കുന്നു. തേർഡായിട്ട് നമ്മൾ ഡാർക്ക് ഗ്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ 3 ടോണ് നമ്മളൊരു ഇലയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, രണ്ടാമത് നമ്മൾ മുന്തിരിയുടെ തണ്ട്, അതിന് ഫസ്റ്റ് യെല്ലോ കൊടുത്തു, പിന്നെ നമ്മൾ ഓറഞ്ച് ആഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ ബ്രൗണും ആഡ് ചെയ്തു. അങ്ങനെ 3 കളറ് അവിടെ അപ്ലൈ ചെയ്തു. ഇനി ഞാനൊരു സർക്കിൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഹൈലൈറ്റ് മാർക്ക് ചെയ്യണം. അതിനുള്ളിലേക്ക് കളർ ആവാതെ നമ്മൾ മാക്സിമം ചെയ്യുകയാണെങ്കിൽ ഹൈലൈറ്റ് അവിടെ വൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. കളറിങ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്ന കളറൊന്ന് പരിചയപ്പെടുത്താം. ഇത് ക്യാമലിൻ്റെ 25 ഷെയ്ഡ് വരുന്ന ഓയിൽ പേസ്റ്റൽസാണ്. അത്യാവശ്യം നല്ല രീതിയിലേക്ക് നമുക്കൊരു ചിത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളേഴ്സ് എല്ലാം ഇതിലുണ്ട്. ഇതിന് റേറ്റ് വന്നിട്ട് 120 രൂപയാണ്. ഇന്ന കളർ ഇന്ന ബ്രാൻഡ് വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് കളേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലുള്ളത് റോസ് പിങ്ക് എന്നുള്ളൊരു കളറാണ് ഞാൻ മുന്തിരിക്ക് ഫസ്റ്റ് കളറായിട്ട് ചൂസ് ചെയ്യുന്നത്. രണ്ടാമത് വയലറ്റ്, പിന്നെ ഡാർക്ക് വയലറ്റ്. അങ്ങനെ 3 കളേഴ്സ്, 1 2 then 3. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റോസ് പിങ്ക് എന്ന് പറയുന്ന ആ കളറാണ് നമ്മൾ ആദ്യമായിട്ട് ലൈറ്റ് ഭാഗത്തേക്ക്, എവിടെ നിന്നാണോ വെളിച്ചം വരുന്നത് ആ ഭാഗത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് ഏകദേശം ആ മുന്തിരിയുടെ ഒരു മുന്തിരിയുടെ മുകൾ ഭാഗത്ത് എല്ലാം നമ്മൾ ആ ഒരു ഫസ്റ്റ് കളർ അപ്ലൈ ചെയ്തു. രണ്ടാമത് നമ്മൾ ആദ്യം ചെയ്ത കളറിൽ നിന്നും മിക്സ് ചെയ്യാതെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ലൈന് വരച്ച് നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ ആദ്യം ചെയ്ത കളറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാം. പതിയെ വളരെ പ്രഷർ കുറച്ച് അപ്ലൈ ചെയ്ത് അത് മിക്സ് ചെയ്തിട്ട് സെക്കൻഡ് ടോൺ വെച്ചു. ലാസ്റ്റ് വന്ന് ഡാർക്ക് സൈഡ്, അവിടെ നമുക്ക് മൂന്നാമത്തെ ഡാർക്കർ ഷെയ്ഡായിട്ടുള്ള ഡാർക്ക് വയലറ്റും അപ്ലൈ ചെയ്തു. രണ്ടാമത്തെ ഒരു മുന്തിരിയും ഞാൻ ഇതേപോലെ ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ആ റെഡ് കളർ അപ്ലൈ ചെയ്തു. അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ സെക്കൻഡ് ടോൺ നമ്മൾ വയലറ്റ് ആഡ് ചെയ്തു. ലാസ്റ്റ് വന്നിട്ട് ഡാർക്കർ ഷെയ്ഡ് വന്ന് ഡാർക്ക് വയലറ്റും അപ്ലൈ ചെയ്തു. ഇനി എല്ലാ മുന്തിരിക്കും ഒരുമിച്ചാണ് ഞാൻ കളറിങ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ടോണ് നമ്മൾ എല്ലാ മുന്തിരിക്കും അപ്ലൈ ചെയ്യുന്നു. താഴെ ഭാഗത്തുള്ള മുന്തിരിക്ക് അതിൻ്റെ താഴെ ഭാഗത്താണെന്നാണ് കളർ കൊടുക്കുന്നത്. കാരണം ഉൾഭാഗത്തേക്ക് വരുമ്പോഴാണ് ഡാർക്ക് വരിക, മറ്റൊരു മുന്തിരിയുടെ ഷാഡോ വരുമ്പോൾ. സെക്കൻഡ് ടോണ് നമ്മൾ വയലറ്റ് ആഡ് ചെയ്യുന്നു. അതേപോലെ ഡാർക്ക് വന്നിട്ട് ഡാർക്ക് വയലറ്റ് വേണ്ട ഭാഗത്ത് മാത്രം, ഒരു മുന്തിരിയുടെ താഴേക്കും മറ്റൊരു മുന്തിരിയുടെ മേലെ അതിൻ്റെ ഷാഡോ വരുന്ന രീതിയിൽ. ഓക്കെ, സോ ഇതാണ് ഗൈസ് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന 2 തരത്തിലുള്ള മുന്തിരി, ഒന്ന് 2D ഒന്ന് 3D. ഇത് അതേപോലെ തന്നെ വേറൊരു കളറിൽ ബ്ലൂ കളറിൽ ചെയ്തിരിക്കുന്നൊരു മുന്തിരി. ഓക്കെ, അപ്പോൾ ബൈ.